ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകല ഉദയഭാനുവിനും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പം ഉദയഭാനുവിന് നല്ല ഭയമുണ്ട്. കാരണം തെളിവുകളൊക്കെ തങ്ങൾക്കെതിരായിട്ട് ആനന്ദിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ശ്രീകല ഈ ചെയ്യുന്നത് എടുത്തുചാട്ടമല്ലേ എന്ന് ഉദയഭാനു ശ്രീകലയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. എടോ മനുഷ്യ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നിയമത്തെ പറ്റിയൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. സ്ത്രീകളുടെ കൂടെ പോലീസുകാർ നിൽക്കുള്ളൂ. ഈ നിയമവ്യവസ്ഥ സ്ത്രീകൾക്ക് അത്ര അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അത് തന്നെ എടുത്തു വേണം കളിക്കാൻ എന്നും കരുതി ദേവമംഗലത്തുള്ളവരെ ഒന്നും ജീവിത അവസാനം വരെ പോലീസ് സ്റ്റേഷനിൽ കിടത്താനൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തു എന്ന് അറിയുമ്പോൾ തന്നെ ദേവമംഗലത്തുള്ളവരൊക്കെ ഒന്ന് ഭയക്കും. ആ ബാലൻ എന്ന് പറയുന്നവൻ വളരെയേറെ ആത്മാഭിമാനിയല്ലേ. സ്വന്തം കുടുംബത്തിനോ വീട്ടിലുള്ളവർക്കോ ഒരു പേരുദോഷം ഉണ്ടാകുന്നത് അയാൾക്ക് സഹിക്കാൻ പോലും സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ളപ്പം ഇങ്ങനെ ഒരു പരാതി തൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ബാലൻ എന്താ ചെയ്യുക എന്ന് ഉദയഭാനുവിനോട് ചോദിക്കും. അപ്പോൾ ഉദയഭാനു പറയും, അതിപ്പം ബാലൻ എങ്ങനെയെങ്കിലും അത് ഒത്തുതീർപ്പാക്കാനേ ശ്രമിക്കുള്ളൂ. അത് തന്നെ നമ്മുടെ ഉദ്ദേശം. കേസ് പിൻവലിക്കണമെങ്കിൽ ദേവിയെ തിരിച്ച് ദേവമംഗലത്തേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മളങ്ങ് പറയും. ഇതൊക്കെ നടക്കൂ ശ്രീകലെ എന്ന് ഉദയഭാനു ചോദിക്കും. ഇതേ നടക്കൂ. ഇന്ന് തന്നെ ആനന്ദിൻ്റെ അഭിപ്രായം നിങ്ങൾ കേട്ടതല്ലേ. നമ്മുടെ മകള് ജീവിതത്തിൽ വേണമെന്ന് അവന് ഒരു ആഗ്രഹവും ഇല്ല. അവൻ്റെ ജീവിതത്തിലെ ഒരു ശല്യമാണ് അവള്. എങ്ങനെയും അവളെ എത്രയും വേഗം ഒഴിവാക്കി വിടാനുള്ള ഒരു വ്യഗ്രത അവനുള്ളത്. അങ്ങനെയുള്ളപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ രണ്ടു മക്കളുടെ ഭാവിയാ ഒന്നുമില്ലാതായി പോകുന്നത്. ഇതിലെന്തായാലും ദേവമംഗലത്തുള്ളവർ ഭയക്കും. ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുമ്പം അതിനെതിരെ എന്ത് തെളിവുകൾ ആനന്ദ് ഹാജരാക്കിയാലും അതൊന്നും വില പോകാൻ പോകുന്നില്ല. പക്ഷെ ദേവി ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തൽക്കാലം നമുക്ക് ദേവിയെ സമ്മതിപ്പിക്കാതെ തന്നെ പരാതി കൊടുക്കാം. അതിനുശേഷം അവളുടെ ജീവിതത്തിൽ നല്ലത് നടക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അവളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. നിങ്ങളിപ്പം എതിര് നിൽക്കാതെ എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പം ശ്രീകല പറഞ്ഞ കാര്യം ഒരു നല്ല ഐഡിയ ആയിട്ട് ഉദയഭാനുവിന് തോന്നുക. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക. അപ്പം ശ്രീകല അകത്തേക്ക് ചെല്ലുമ്പോഴേ കരഞ്ഞു കൂവിയാണ് കേട്ടോ ചെല്ലുന്നേ. ശ്രീകല, നീ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കള്ളക്കണ്ണീർ ഒഴുക്കുന്നേ? ദേ മിണ്ടാതെ നിന്നോ. ഞാൻ പറയുന്നതിനൊക്കെ നിങ്ങൾ തല കുലുക്കിക്കോണം. എന്തെങ്കിലും എതിര് പറഞ്ഞാലാ ദേ ഞാൻ നിന്റെ കൂടെ തന്നെ നിന്നോളാം എന്ന് അപ്പോൾ ഉദയഭാനു പറയാം. പോലീസ് സ്റ്റേഷനിലേക്ക് കരഞ്ഞു കൂവി വരുന്ന ദമ്പതികളെ കാണുന്ന പോലീസുകാർ കാര്യം എന്താണെന്ന് തിരക്കുക. അയ്യോ സാറേ, ഞങ്ങൾക്ക് നീതി വേണം. എൻ്റെ മകള് അവളെ കൊല്ലാറാക്കി സാറേ എന്നും പറഞ്ഞ് ശ്രീകല പോലീസുകാരുടെ മുന്നിൽ കിടന്ന് കരയുക. നിങ്ങൾ എന്താ ഈ പറയുന്നത് സാറേ? എൻ്റെ മോള് അവള് ഞങ്ങൾ നല്ല രീതിയിൽ ദേവമംഗലം എന്ന് പറഞ്ഞൊരു കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചയച്ചു. അവിടെ എൻ്റെ മോൾക്ക് ഒത്തിരി പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ഗാർഹിക പീഡനം എന്നൊക്കെ പത്രത്തിലൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ എൻ്റെ മോള് അത് അനുഭവിക്കേണ്ടി വന്നു. ഭർത്താവ് മാത്രമല്ല, ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ശാരീരികവും മാനസികമായിട്ടാണ് എൻ്റെ മോളെ ഉപദ്രവിച്ചത്. അവളെ അവർ കൊല്ലാറാക്കി. അതുമാത്രമോ, എൻ്റെ മോളെ കറിവേപ്പില കളയുന്നത് പോലെ എടുത്ത വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവളുടെ അമ്മായിമ്മ എന്ന് പറയുന്ന ആ ദുഷ്ട എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം സാറേ. ഇപ്പം രണ്ടുപേരുടെയും ബന്ധം വേർപ്പെടുത്തി എൻ്റെ മോളെ ഒഴിവാക്കാനാ അവരുടെ ശ്രമം. ഇതെല്ലാം അവളുടെ ഭർത്താവിന് കഴിവില്ലാത്തത് കൊണ്ടാണ്. അവന് വീട്ടുകാർ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. എൻ്റെ മോൾക്ക് അവനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞിനോട് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും എൻ്റെ മോള് അവനെ വേണമെന്നുള്ള ഒറ്റ വാശിയില സാറേ നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എൻ്റെ മോൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് കരയുവാണ് കേട്ടോ. പെട്ടെന്ന് അവർ കരയുന്നതും പറയുന്നതൊക്കെ കേൾക്കുമ്പം പോലീസുകാർക്കും ഇവർ പറയുന്നത് സത്യമാണോ എന്നൊരു തോന്നലുണ്ടാവുകയാണ്. നിങ്ങൾ ഒരു പരാതി എഴുതി തന്നോളൂ. പക്ഷേ നിങ്ങളുടെ മകളെവിടെ? ഗാർഹിക പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന ആ കുട്ടി കൂടി വരേണ്ടതായിരുന്നല്ലോ. അയ്യോ, എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് അവളെ അത്രയധികം ഉപദ്രവിച്ചു. പട്ടിണിക്കിട്ടു. അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അവളുടെ ഭർത്താവിൻ്റെ അനിയന്മാരും അവരുടെ ഭാര്യമാരും എല്ലാവരും ചേർന്നിട്ടായിരുന്നു എൻ്റെ മോളോട് ഈ അനീതി കാണിച്ചത്. ആ കുടുംബത്തിലുള്ള ഒരാൾ പോലും എൻ്റെ മോൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ല സാറേ എന്ന് പറയാ. അവള് ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാ. മാനസികമായി വല്ലാതെ തകർന്ന് വീടിന് പുറത്തിറങ്ങാത്ത അവസ്ഥ. അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി അവളുടെ അച്ഛനും അമ്മയുമായ ഞങ്ങൾ പരാതി കൊടുക്കാനായിട്ട് വന്നത്. ഈ പോലീസ് സ്റ്റേഷനിലും നീതിയിലും വ്യവസ്ഥയിലും ഞങ്ങൾക്ക് അത്രയ്ക്കും ദയ കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട് സാറേ. എൻ്റെ മോൾക്ക് നീതി മേടിച്ചു കൊടുക്കണം എന്ന് പറയാണ്. അവൾക്കിപ്പോൾ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ടാണ്. ഉറപ്പായിട്ടും അവളെ ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് പറയാം. കേസിൻ്റെ കാര്യത്തിൽ ആ കുട്ടിയുടെ മൊഴി ഞങ്ങൾക്ക് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവളെ കാണുക തന്നെ വേണം. അവൾ വീട്ടിലുണ്ട് സാറേ എന്ന് അപ്പോൾ ശ്രീകല പറയണം. നിങ്ങളൊരു പരാതി തന്നോളൂ. ഇത്രയധികം നിങ്ങളുടെ മകളെ ഉപദ്രവിച്ച
വീട്ടുകാർക്കെതിരെ എന്തായാലും ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിരിക്കും എന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിൽ പോലീസുകാർ പറഞ്ഞതുപോലെ തന്നെ പരാതിയൊക്കെ എഴുതി ദേവമംഗലത്തുള്ളവർക്കെതിരെ കേസ് കൊടുക്കുകയാണ് ശ്രീകല ഉദയഭാനും കൂടി. അപ്പം ഉദയഭാനുവിന് നല്ല ഭയമുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പം ശ്രീകല ചോദിക്കും, ഇന്ന് തന്നെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമോ സാറേ? ഞങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. എന്തായാലും ആ കുട്ടി ശ്രീദേവി അവരുടെ മൊഴി ഞങ്ങൾക്ക് എടുക്കണം എന്ന് പറയാം. അയ്യോ അതിനെന്താ സാറേ, വീട്ടിലേക്ക് പോരെ എന്ന് പറയാ. പെട്ടെന്ന് അവർ ഇറങ്ങുമ്പോൾ ഉദയഭാനു ചോദിക്കുന്നുണ്ട്, ശ്രീകലെ ദേവിമോള് ഇതിനൊക്കെ നിന്ന് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേവമംഗലത്തുള്ളവരോടൊക്കെ അവൾക്ക് അത്രയധികം സ്നേഹമുണ്ട്. അങ്ങനെയുള്ള അവർക്ക് എതിരായിട്ട് അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? അവൾ ചെയ്യില്ല. പക്ഷെ നമ്മൾ അവളെ കൊണ്ട് ചെയ്യിക്കണം. അവൾക്ക് തിരികെ ദേവമംഗലത്ത് കയറണമെങ്കിൽ അവൾ ഇത് നമ്മുടെ ഒപ്പം നിന്നേ പറ്റൂ എന്ന് പറയാം. പക്ഷേ നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് അവർ പോയാലും അവക്കവിടെ പഴയതുപോലെ സ്നേഹമോ പരിഗണനയോ എന്തെങ്കിലും കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ മകളോട് അവർക്ക് ദേഷ്യമാകുമല്ലേ ഉള്ളൂ. അതൊന്നും നമ്മൾ നോക്കണ്ട. അവളോട് ഒരു ദേഷ്യം ഉണ്ടാകത്തില്ല. പോലീസുകാരെ ഭയന്ന് നമ്മുടെ കാല് വീണും. ഇവരൊന്നും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ പോകുന്നില്ലല്ലോ. ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടേക്ക് ഒരു അന്വേഷണത്തിന് ചെല്ലും. കാര്യങ്ങളൊക്കെ അവരറിയും. അപ്പോൾ തന്നെ കണ്ട ഉദയേട്ടൻ നമ്മളെ ഫോൺ വിളിക്കും. ദേവി എത്രയും വേഗം കൊണ്ടുവരാനായിട്ട് വരുന്നതും കാണിച്ചു തരാം. അല്ലാതെ അവർ ഈ പരാതിയായിട്ട് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെ ഒന്ന് പേടിപ്പിക്കണം. അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എങ്ങനെയെങ്കിലും ദേവിയെ തിരികെ ദേവമംഗലത്ത് എത്തിക്കണം. വിദ്യമോളുടെ കല്യാണം എത്രയും വേഗം നോക്കണം. അതിനൊക്കെ ഞാൻ ഈ ചെയ്തു കൂട്ടുന്നത്. അല്ലാതെ ഈ കേസും കൂട്ടമൊന്നുമായിട്ട് ആ ബാലനോ ഗോമതിയോ പോകത്തില്ല. അതെനിക്ക് ഉറപ്പാ എന്ന് പറയാൻ കേട്ടോ ശ്രീകല. നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ എവിടെ പോയി നിൽക്കുമെന്ന ദേവിമോൾ ഇതറിയുമ്പം നമ്മളെ അവൾ കൊല്ലുമെന്നാണ് എൻ്റെ സംശയം. ദേ മനുഷ്യ, അവളുടെ അമ്മയാണ് ഞാൻ പറഞ്ഞ് അവളെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിക്കോളാം. അവൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ആനന്ദിൻ്റെ ഒപ്പം ഒരു ജീവിതം ഈ നഷ്ടപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ ഏതറ്റം വരെയും പോകും. അവളെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ചോദിക്കാം. എന്തായാലും അതിനുശേഷം രണ്ടുപേരും കൂടി ദേവിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പം അച്ഛനും അമ്മയും എവിടെ പോയതാണെന്ന് അറിയാതെ ദേവി ആകെ ടെൻഷൻ അടിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ദേവി ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോയതായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ മോളെ, നിനക്ക് ആനന്ദിനെ തിരികെ കിട്ടും. ഇന്ന് തന്നെ മിക്കവാറും ദേവമംഗലത്തുള്ളവർ നിന്നെ വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. സത്യം പറ, നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിച്ച് ദേവി കരയണ. ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും ദോഷം വരുന്നത് ഒന്നും ചെയ്യത്തുമില്ല നിന്റെ അമ്മ. നീ സമാധാനമായിട്ടിരിക്കുക. ആനന്ദിന് നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും സാധിക്കില്ല. അവൻ നിന്നെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോകും. ഇനി നീ അവൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരാവശ്യമില്ല. അന്തസ്സോടെ ദേവമംഗലത്തെ മൂത്ത മരുമകളായി നീ ജീവിക്കുകയും ചെയ്യും. ഇത് അമ്മ തരുന്ന വാക്കാ. പക്ഷേ നീ അമ്മയുടെ കൂടെ നിൽക്കണം. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. അമ്മ എന്താ ഈ പറയുന്നത്? അത് ചിലപ്പം എന്താ അമ്മ എന്താ ചെയ്തിട്ടുള്ളതെന്നാ ഞാൻ ചോദിച്ചേ. ഒന്നുമില്ല, ഇന്ന് നീ സമാധാനത്തോടെ ഇരിക്കുക. ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നീ പ്രവർത്തിക്കണം. എനിക്ക് നീ വാക്ക് തരണം എന്ന് പറയാം. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നീ ദേവമംഗലത്തേക്ക് എങ്ങനെയും പോകേണ്ടത് നിന്റെ മാത്രം ആവശ്യമല്ല, ഈ കുടുംബത്തിന്റെ മുഴുവനും ആവശ്യമാണ്. നിന്റെ മകള് വിദ്യയുടെ കല്യാണക്കാര്യം നിനക്കും അറിയാവുന്നതല്ലേ. നീ ഇവിടെ ബന്ധം വേർപ്പെടുത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു നല്ല ബന്ധം ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അനിയത്തിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണോ? എൻ്റെ അവസ്ഥ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. നിങ്ങളെല്ലാവരും കൂടി ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഞാനിപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത്. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്നെ ആനന്ദേട്ടനെതിരാക്കിയത് ആരാ? നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കാം. അതേ മോളെ എന്ന് ഉദയഭാനു പറയണ. പക്ഷേ ആനന്ദ് നിന്നെ വിളിച്ചോണ്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അച്ഛനും അമ്മയാക്കി ഒരുക്കി തരുമ്പോൾ മോള് ഞങ്ങളുടെ കൂടെ നിൽക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നിന്റെ അനിയത്തിയുടെ ഭാവിക്ക് വേണ്ടി. അവിടെ നീ ബന്ധങ്ങൾക്ക് കൂടുതൽ വില നൽകരുത്. നിന്റെ രക്തബന്ധത്തെ മാത്രമേ നീ മാനിക്കാവുള്ളൂ എന്ന് പറയാം. സത്യം പറ, ദേവമംഗലത്തുള്ളവർക്കെതിരായിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? എനിക്കറിയണം എന്നും പറഞ്ഞ് വാശിയോടെ ദേവി അവിടെ കിടന്ന് ബഹളം വെക്കുക. അപ്പം ശ്രീകല ദേവിയെ നല്ലത് പറയുന്നുണ്ട്. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് നിന്നാ നിനക്ക് ദേവമംഗലത്തേക്ക് തിരിച്ചു കയറാം. അല്ലെങ്കിൽ ആനന്ദ് നിന്നെ ഉപേക്ഷിക്കും. ആനന്ദില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോടി എന്ന് ശ്രീകല ചോദിക്കുക. ഇല്ല, ആനന്ദേട്ടനില്ലാതെ എനിക്ക് കഴിയില്ല. എനിക്ക് എൻ്റെ ആനന്ദേട്ടനെ വേണം. നിനക്ക് നിന്റെ ആനന്ദേട്ടനെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്ന് ദേവിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ ശ്രീകല. അപ്പോഴും ദേവിക്ക് കാര്യം ശരിക്കും മനസ്സിലാകുന്നില്ല. രണ്ടൂന്ന് പോലീസുകാർ ഇവിടെ വരും. ചിലപ്പം നിന്നോട് ചോദിക്കുന്നതിനൊക്കെ നീ മറുപടി പറയണം. അതെങ്ങനെ വേണം? അവർ ചോദിക്കുന്നതിനൊക്കെ നീ അതേ അങ്ങ് സമ്മതിച്ചു കൊടുക്കണം. കൂടുതൽ ചോദ്യോത്തര പന്തിക്ക് നീ നിന്ന് കൊടുക്കണ്ട. മനസ്സിലായോ? അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടോ ദേവമംഗലത്തുള്ളവർക്കെതിരെ? എന്നതാ അമ്മ ഈ കാണിച്ചത്? ആരോട് ചോദിച്ചിട്ട് അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ആരോട് ചോദിക്കാൻ? ആനന്ദിന് നിന്നെ വേണ്ടെന്ന്. അവൻ നിന്നെ തിരികെ ദേവമംഗലത്തേക്ക് കൊണ്ടുവരണമെങ്കിലേ ഇതേ വഴിയുള്ളൂ. അതെനിക്കറിയാം. ഇപ്പൊ തന്നെ ദേവമംഗലത്തുള്ളവര് നിന്നെ വിളിക്കാനായിട്ട് വരും. നീ കണ്ടോ? ആ പോലീസുകാര് മൊഴിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ നീ ഞാൻ
പറയുന്നത് പോലെ പറയണം. അവർക്കെതിരെ ഒരു പ്രശ്നത്തിനും ഞാൻ പോകുന്നില്ല. അവരെ ഒന്ന് ഭയപ്പെടുത്തുന്നു. ദേ, നീ അവർക്ക് അനുകൂലമായിട്ടോ ദോഷമായിട്ടോ ഒന്നും മിണ്ടണ്ട. ഞാൻ പറയുന്നത് തരുന്ന പോലെ അവരെന്ത് ചോദിച്ചാലും അതേന്ന് മാത്രം പറയണം. അത്രേ നീ ചെയ്താൽ മതി. നിനക്ക് അവിടെ തിരിച്ചു കയറണമെങ്കിൽ മതി. അല്ലെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ നിന്നോ. നിന്റെ അനിയത്തിയുടെയും ജീവിതം നശിക്കുന്നത് കണ്ട് ഞാനും നിന്റെ അച്ഛനും ഇവിടെ കരഞ്ഞു കൂവി ഇരുന്നോളാം. അതാണല്ലോ നീയും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാ. സ്വന്തം അനിയത്തിയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്ക്. ദേവമംഗലത്തുള്ളവർക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തി ഞാനും നിന്റെ അച്ഛനും ചെയ്തിട്ടില്ല. പക്ഷെ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിനക്ക് തിരികെ പോകാൻ പറ്റൂ. ഇതുകൊണ്ട് അവിടെ ഉള്ളവർക്ക് ഒരു ദോഷം ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറയാം. അപ്പോഴും ദേവിക്ക് വ്യക്തമായിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻക്വയറിക്കായിട്ട് ദേവമംഗലത്തേക്ക് ചെല്ലുകയാണ് പോലീസുകാർ. അപ്പോൾ പോലീസുകാരെല്ലാം കാണുമ്പോൾ നമ്മുടെ ഗോമതി ഭയന്ന് പോവുക. ആ സമയത്ത് മിത്രയും അനുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരും ഭയന്ന് പോവുക. ആരാണ് ഗോമതി എന്ന് ചോദിക്കുക. ഞാനാണ് സാറേ, എന്താ എന്ന് ഗോമതി അപ്പോൾ പേടിച്ച് വിറച്ച് ചോദിക്കുകയാണ് കേട്ടോ. പോലീസുകാരെയൊക്കെ കണ്ടപ്പം ഗോമതിക്ക് നല്ല ഭയമുണ്ട്. പെട്ടെന്ന് മിത്ര അങ്ങോട്ട് വരിക. എന്താ സാർ കാര്യം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. നിങ്ങളാണോ അനുശ്രീ എന്ന് അപ്പോൾ ചോദിക്കുക. അല്ല, ഞാൻ മിത്ര. ഓ, ഇവിടുത്തെ മരുമകളായിരിക്കും അല്ലേ. അതെ സാർ എന്ന് മിത്ര പറയണ. പെട്ടെന്ന് അനു അങ്ങോട്ട് വരികയാണ്. ഇതാണോ അനുശ്രീ. അതെ സാർ, എൻ്റെ മോള എന്ന് ഗോമതി അപ്പം പറയാ. നിങ്ങൾക്കെല്ലാവർക്കും എതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ശ്രീദേവി എന്ന് പറയുന്ന നിങ്ങളുടെ മോളെ, മരുമകളെ നിങ്ങൾ ഗാർഹികമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, ആ കുട്ടിക്ക് ശാരീരികമായും മാനസികമായിട്ടും പല ഉപദ്രവങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണല്ലോ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ആ കുട്ടിയെ നിങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തോ എന്ന് ചോദിക്കുക. അപ്പം ഗോമതി പറയും, ഇല്ല സാറേ, ആ കുടുംബം മുഴുവനും പറയുന്നത് കള്ളവാ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എന്ന് പറയാം. എന്ത് കാര്യങ്ങളാണെങ്കിലും ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്ക് വിസ്തരിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. തൽക്കാലം ഞങ്ങളുടെ കൂടെ വരാൻ പറയാൻ കേട്ടോ. അപ്പം ഇത്രയും അനുസരിയും ഭയന്ന് പോവാ. ഗോമതിയുടെ ഇടതും വലതും നിൽക്കുക. പക്ഷെ അവരെ 3 പേരെയായിട്ട് പോലീസുകാർ പോവാ. അപ്പോൾ ഈ പോലീസ് വണ്ടിയൊക്കെ കാണുമ്പം കൃഷ്ണമംഗലത്തുള്ളവർ കാര്യം എന്താണെന്ന് അറിയാതെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ ശ്രീദേവിയുടെ അടുത്ത് വന്നും പോലീസുകാർ മൊഴിയെടുക്കുന്നുണ്ട് കേട്ടോ, ദേവമംഗലത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ തൊട്ടടുത്ത് അച്ഛനും അമ്മയും നിന്ന് പോലീസുകാർ ചോദിക്കുന്നതിനെല്ലാം അവരാണ് ഉത്തരം പറയുന്നത്. തൻ്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ ദേവി അന്തം വിട്ട് നിൽക്കുക. ഒരു പരിധിക്കപ്പുറം അച്ഛനെ അമ്മേനെ എതിർക്കാൻ തനിക്ക് സാധിക്കുന്നുമില്ല. വിദ്യയുടെ കാര്യം പറഞ്ഞ് തന്നെ അവരെ അത്രയേറെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേവി പ്രശ്നം ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതി അവർ ചോദിച്ചതിനൊക്കെ തല കുലുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ദേവി ദേവമംഗലത്തുള്ളവർക്കെതിരെ പരാതിപ്പെട്ടതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞെന്ന് പോലീസുകാർക്കും ബോധ്യപ്പെടുക. അങ്ങനെ പോലീസുകാർ ദേവമംഗലത്തുള്ളവരെയൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അവിടെ വന്ന് പോലീസ് ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ശ്രീകലയും ഉദയഭാനും അവർ കൊടുത്ത പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം ആനന്ദ് പറയുന്നുണ്ട്, ഇവരെല്ലാം കള്ളക്കൂട്ടങ്ങളാ സാറേ. കള്ളം പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ച ശ്രീദേവിയെ എൻ്റെ ഭാര്യയാക്കി ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് സകല കാര്യങ്ങളും ആനന്ദ് പോലീസ് സ്റ്റേഷനിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഉദയഭാനു കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ആനന്ദ് പോലീസ് സ്റ്റേഷനിൽ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ SIക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാം. ഈ കുടുംബത്തിനെതിരെ ഇവർ കൊടുത്തിരിക്കുന്നത് കള്ളപ്പരാതിയാണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോലും ശ്രീകല അതിൽ ഉറച്ചു നിൽക്കുക. ചെറിയ ചില കള്ളത്തരങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് സാറേ എന്നും കരുതി ഞങ്ങളുടെ മോളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ ഇവർക്ക് എന്ത് അധികാരവും ഉള്ളത്, എൻ്റെ മോളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇവർക്ക് എന്ത് അധികാരവും ഉള്ളത് എന്ന് ചോദിക്കുക. അപ്പം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെങ്കിൽ പോലും കേസ് കോടതിയിലേക്ക് പോവാം. ഇതേസമയം ദേവമംഗലത്തുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നുള്ള വിവരം ആനന്ദനും അച്യുതനും വീട്ടിൽ വരുമ്പോൾ അറിയുന്നുണ്ട്. അപ്പോൾ ആനന്ദന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇത് അറിയുമ്പോൾ മുതൽ നന്ദിത നല്ല കരച്ചില്ല. മിത്രയും ആ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ മോക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അനന്തേട്ട എന്ന് പറഞ്ഞ് നന്ദിത കരയാണ്. മിത്രയുടെ കാര്യം വരുമ്പം നമ്മുടെ അനന്തനും നല്ല ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. ഒരു പരിധിക്കപ്പുറം ഏട്ടന് ഇക്കാര്യത്തിൽ എതിർക്കാൻ സാധിക്കില്ല. കാരണം സ്വന്തം മകൾക്ക് വേണ്ടിയാണ് ഏട്ടൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അച്യുതനും കൂടെ നിൽക്കേണ്ടതായിട്ട് വരിക. ഇന്ദിരാമയും അച്യുതനോട് കൂടെ ചെല്ലാനായിട്ട് പറയാം. അതുകൊണ്ട് തന്നെ മനസ്സില്ലെങ്കിലും അനന്തന് കൂടെ അച്യുതനും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം മിത്രയാണെങ്കിൽ അനന്തനെ കാണുമ്പം ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക. അച്ഛാ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പം അനന്തനും അച്യുതനും ഒക്കെ ഇതിൽ ഇടപെട്ടു എന്ന് കാണുമ്പം ശ്രീകലയ്ക്കും ഉദയഭാനുവിനും നല്ല ഭയം വരുന്നുണ്ട്. കാരണം ശത്രുക്കളായിട്ടുള്ള 2 കുടുംബങ്ങളാണെങ്കിലും
മിത്രയുടെ അച്ഛനാണ് അനന്തൻ. അതുകൊണ്ട് തന്നെ ഇനി എന്താകും എന്നുള്ളൊരു ഭയം അവർക്കുണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരോട് അച്യുതനും അനന്തനും ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയും സകല കള്ളത്തരങ്ങളും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഉദയഭാനു ശ്രീകലയും തൻ്റെ മകളെ ഉപദ്രവിച്ചു എന്നുള്ള മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇതേസമയം ദേവിയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ദേവിക്ക് ഏകദേശം ഇപ്പോഴാണ് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. തൻ്റെ അച്ഛനും അമ്മയും ദേവമംഗലത്തുള്ള എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് ദേവിയെ തളർത്തി കളയുവാണ് കേട്ടോ. എന്ത് തീരുമാനം എടുക്കണം, പോലീസുകാർ ചോദിക്കുന്നതിനൊക്കെ താൻ എന്ത് മറുപടി പറയണം എന്നുള്ള ചിന്തയിൽ ദേവി ആകെ ഭയന്ന് വിറച്ചു പോവാ. ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരുമെന്ന് ദേവി കരുതിയിരുന്നില്ല. അച്ഛനും അമ്മയും തന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ്, ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത ദേവിയെ ശരിക്കും തകർത്ത് കളയാ. അപ്പോൾ ദേവിയോട് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, കുട്ടി ആ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് ചോദിക്കുമ്പം ദേവി പറയും ഇല്ല സാർ എന്നാണ് മറുപടി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ദേവമംഗലത്തുള്ളവർക്ക് സമാധാനമാവുക. ഇവർ കുട്ടിയെ പുറത്താക്കി എന്ന് പറയുന്നത് നേരാണോ എന്ന് ചോദിക്കുക. അപ്പം അത് ആണല്ലോ. അപ്പം ഉദയഭാനു ശ്രീകലയും അതെ എന്ന് പറയണം കേട്ടോ. അപ്പം അവിടെ അയലോക്കത്തുള്ളവരുടെയൊക്കെ മൊഴി പോലീസുകാർ എടുത്തിരുന്നു. അവരും അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് സാക്ഷി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് ബോധ്യപ്പെടുക. അപ്പം ദേവിയാണെങ്കിൽ തലകൊലുക്കും പുറത്താക്കി എന്നുള്ള രീതിയിൽ. അത് കാണുന്ന ഗോമതിക്കൊക്കെ ദേവിയോട് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. ഇതേസമയം കേസ് കോടതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ദേവി തന്നെ സത്യാവസ്ഥ എല്ലാവരും ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ദേവമംഗലത്തുള്ളവർ പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അനന്തനും അച്യുതനും ഒക്കെ ദേവമംഗലത്തുള്ളവർക്ക് അനുകൂലമായി മൊഴി കൊടുക്കുന്നുമുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു സംഭവത്തോടു കൂടി നമ്മുടെ ആനന്ദ് ദേവിയെ പൂർണ്ണമായിട്ടും വെറുത്തു പോവാ. ദേവിയെ മാത്രമല്ല ദേവിയുടെ കുടുംബത്തിലുള്ളവരെയും. ഇനി ദേവി തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നൊരു ഉറച്ച നിലപാട് തന്നെ ആനന്ദ് അതിലോടുകൂടി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും ആരും മറക്കരുത്.